ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ പലതവണ പരാജയപ്പെടാം. പക്ഷേ ആ പരാജയങ്ങൾ അവനെ അവസാനിപ്പിക്കണമെന്നില്ല. ചിലപ്പോൾ ആ പരാജയങ്ങളാണ് ചരിത്രം സൃഷ്ടിക്കുന്ന വിജയത്തിന്റെ അടിത്തറ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ വ്യവസായ വിപ്ലവങ്ങളിൽ ഒന്നായ വാഹന നിർമ്മാണ മേഖലയെ മാറ്റിമറിച്ച ഒരു വ്യക്തിയുടെ കഥയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അദ്ദേഹത്തിന്റെ പേര് ഹെൻറി ഫോർഡ്. എന്നാൽ ലോകമറിയുന്ന ഫോർഡ് മോട്ടോർ കമ്പനിക്ക് മുൻപ് ഹെൻറി ഫോർഡിന്റെ ജീവിതത്തിൽ പല ബിസിനസ്സുകളും തകർന്നു വീണിരുന്നു. നിക്ഷേപകർ പിന്മാറി, കമ്പനികൾ അടച്ചുപൂട്ടി. അദ്ദേഹത്തിന്റെ ആശയങ്ങളെ പലരും പരിഹസിച്ചു. എന്നിട്ടും അദ്ദേഹം കൈവിട്ടില്ല. അങ്ങനെ പരാജയങ്ങളിൽ നിന്ന് ഉയർന്നു വന്ന് ലോകത്തെ മാറ്റിയ കഥയാണ് ഇന്നത്തെ വീഡിയോ. 1863 ജൂലൈ 30 അമേരിക്കയിലെ ഗ്രീൻഫീൽഡ് ടൗൺഷിപ്പ്, മിഷിഗണിൽ ഹെൻറി ഫോർഡ് ജനിച്ചു. അദ്ദേഹത്തിന്റെ പിതാവ് വില്യം ഫോർഡ് ഒരു കർഷകനായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ ഹെൻറിക്ക് കൃഷിയേക്കാൾ മെഷീനുകളോടായിരുന്നു താല്പര്യം. 12-ാം വയസ്സിൽ തന്നെ ഒരു പോക്കറ്റ് വാച്ച് അരിച്ചു മാറ്റി വീണ്ടും ഘടിപ്പിക്കാൻ അദ്ദേഹം പഠിച്ചു. ഗ്രാമത്തിലെ ആളുകൾ അവരുടെ വാച്ചുകൾ അറ്റകുറ്റപ്പണി ചെയ്യാൻ അദ്ദേഹത്തെ സമീപിക്കാറുണ്ടായിരുന്നു. 16-ാം വയസ്സിൽ അദ്ദേഹം വീട് വിട്ട് ഡിട്രോയിറ്റ് നഗരത്തിലേക്ക് പോയി. അവിടെ മെഷീൻ ഷോപ്പുകളിലും വർക്ക്ഷോപ്പുകളിലും ജോലി ചെയ്ത് എഞ്ചിനീയറിംഗ് പഠിച്ചു. 1890-കളിൽ അമേരിക്കയിൽ കുതിരവണ്ടികളായിരുന്നു പ്രധാന ഗതാഗത മാർഗം. അന്നത്തെ വാഹനങ്ങൾ വളരെ ചെലവേറിയതും സമ്പന്നർക്ക് മാത്രമുള്ളതുമായിരുന്നു. എന്നാൽ ഹെൻറി ഫോർഡിന് വേറൊരു സ്വപ്നമുണ്ടായിരുന്നു. സാധാരണ തൊഴിലാളിക്കും വാങ്ങാൻ കഴിയുന്ന കാർ നിർമ്മിക്കണം. 1896-ൽ അദ്ദേഹം തന്റെ ആദ്യ പരീക്ഷണ വാഹനം നിർമ്മിച്ചു. അത് ഫോർഡ് ക്വാഡ്രി സൈക്കിൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. 4 സൈക്കിൾ ചക്രങ്ങൾ, 2 സിലിണ്ടർ എഞ്ചിൻ, ഏകദേശം 20 മൈൽ വേഗത. ഇതാണ് അദ്ദേഹത്തിന്റെ ഭാവി സാമ്രാജ്യത്തിന്റെ വിത്ത്. 1899-ൽ നിക്ഷേപകരുടെ സഹായത്തോടെ ഹെൻറി ഫോർഡ് തന്റെ ആദ്യ കമ്പനി ആരംഭിച്ചു. അത് ഡിട്രോയിറ്റ് ഓട്ടോമൊബൈൽ കമ്പനിയായിരുന്നു. എല്ലാവരും വലിയ പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ പ്രശ്നങ്ങൾ ഉടൻ തുടങ്ങി. ഫോർഡ് മികച്ച കാർ നിർമ്മിക്കാൻ ശ്രമിച്ചു. നിക്ഷേപകർ കൂടുതൽ വേഗത്തിൽ ഉൽപാദനം തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. ഫോർഡ് നിർമ്മിച്ച വാഹനങ്ങൾ വളരെ ചെലവേറിയതായിരുന്നു. ഗുണനിലവാര പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. കമ്പനിക്ക് വലിയ നഷ്ടം സംഭവിച്ചു. 1901-ൽ വെറും 2 വർഷത്തിനുള്ളിൽ കമ്പനി തകർന്നു. ഇത് ഹെൻറി ഫോർഡിന്റെ ആദ്യ വലിയ ബിസിനസ് പരാജയമായിരുന്നു. പല നിക്ഷേപകരും അദ്ദേഹത്തെ വിശ്വസിക്കാതെയായി. പരാജയത്തിന് ശേഷം പലരും പിന്മാറിയെങ്കിലും ഹെൻറി ഫോർഡ് വിട്ടുകൊടുത്തില്ല. അദ്ദേഹം ഒരു പുതിയ തന്ത്രം പരീക്ഷിച്ചു. റേസിംഗ് കാറുകൾ നിർമ്മിക്കാൻ തുടങ്ങി. 1901-ൽ അദ്ദേഹം നിർമ്മിച്ച റേസിംഗ് കാർ പ്രശസ്ത ഡ്രൈവർ അലക്സാണ്ടർ വിന്റണിനെതിരെ വിജയിച്ചു. ഈ വിജയം വലിയ വാർത്തയായി. ഫോർഡിന്റെ പേര് അമേരിക്ക മുഴുവൻ അറിയപ്പെട്ടു. പുതിയ നിക്ഷേപകർ എത്തിത്തുടങ്ങി. 1901-ൽ അദ്ദേഹം മറ്റൊരു കമ്പനി ആരംഭിച്ചു. അത് ഹെൻറി ഫോർഡ് കമ്പനിയായിരുന്നു. എന്നാൽ ഇത്തവണയും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉടലെടുത്തു. നിക്ഷേപകർ ഉടൻ ലാഭം ആഗ്രഹിച്ചു. ഫോർഡ് പുതിയ ഡിസൈനുകളും സാങ്കേതിക വിദ്യകളും വികസിപ്പിക്കാൻ ആഗ്രഹിച്ചു. സംഘർഷം രൂക്ഷമായി. അവസാനം ഹെൻറി ഫോർഡ് കമ്പനി വിട്ടുപോയി. അദ്ദേഹം പുറത്തു പോയതിനു ശേഷം കമ്പനി പുനഃസംഘടിപ്പിക്കപ്പെട്ടു. പിന്നീട് അതാണ് കാഡിലാക് ആയി മാറിയത്. ചിന്തിച്ചു നോക്കൂ, ഫോർഡ് വിട്ടുപോയ ഒരു കമ്പനി പിന്നീട് ലോകത്തിലെ പ്രശസ്ത കാർ ബ്രാൻഡുകളിൽ ഒന്നായി മാറി. ഇത് മറ്റൊരു വലിയ തിരിച്ചടിയായിരുന്നു. ഇപ്പോൾ ഹെൻറി ഫോർഡിന് വ്യക്തമായി മനസ്സിലായി, മികച്ച കാർ ഉണ്ടാക്കുക മാത്രമല്ല, വില കുറവായിരിക്കണം, ഉൽപാദനം വേഗത്തിലാക്കണം, സാധാരണ ജനങ്ങൾക്ക് വാങ്ങാൻ കഴിയണം. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ വിജയത്തിന്റെ അടിസ്ഥാനം. 1903 ജൂൺ 16 ചരിത്രം മാറിയ ദിവസം. ഹെൻറി ഫോർഡും 12 നിക്ഷേപകരും ചേർന്ന് ഫോർഡ് മോട്ടോർ കമ്പനി സ്ഥാപിച്ചു. ആരംഭ മൂലധനം ഏകദേശം $28,000 ആയിരുന്നു. ഇന്നത്തെ മൂല്യത്തിൽ കോടിക്കണക്കിന് ഡോളറുകൾ. ആദ്യ മാസങ്ങളിൽ തന്നെ കമ്പനി ലാഭമുണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ യഥാർത്ഥ വിപ്ലവം ഇനിയും വരാനുണ്ടായിരുന്നു. 1908-ൽ ഫോർഡ് പുറത്തിറക്കിയത് ഫോർഡ് മോഡൽ ടി എന്ന വാഹനമായിരുന്നു. ഇത് ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വാഹനങ്ങളിൽ ഒന്നായി മാറി. വില കുറഞ്ഞത്, വിശ്വാസ്യത, എളുപ്പമുള്ള അറ്റകുറ്റപ്പണി, ഗ്രാമപ്രദേശങ്ങളിലും ഉപയോഗിക്കാനാകുക എന്നീ പ്രത്യേകതകൾ കാരണം അമേരിക്കൻ മധ്യവർഗത്തിന്റെ കാർ എന്നറിയപ്പെട്ടു. 15 ദശലക്ഷത്തിലധികം മോഡൽ ടി കാറുകൾ പിന്നീട് വിറ്റഴിക്കപ്പെട്ടു. 1913-ൽ ഹെൻറി ഫോർഡ് മറ്റൊരു വലിയ ആശയം നടപ്പിലാക്കി. മൂവിംഗ് അസംബ്ലി ലൈൻ. അസംബ്ലി ലൈൻ വരുന്നതിന് മുൻപ് ഒരു കാർ നിർമ്മിക്കാൻ 12 മണിക്കൂറിലധികം സമയം വേണ്ടി വന്നിരുന്നു. ഫോർഡിന്റെ പുതിയ സംവിധാനത്തിൽ അത് ഏകദേശം 90 മിനിറ്റായി കുറഞ്ഞു. ഉൽപാദന ചെലവ് വൻതോതിൽ കുറഞ്ഞു. കാറുകളുടെ വില താഴ്ന്നു.
സാധാരണ ജനങ്ങൾക്കും കാർ സ്വന്തമാക്കാൻ സാധിച്ചു. ഇത് വ്യവസായ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഉൽപാദന വിപ്ലവങ്ങളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഫോർഡിന്റെ വിജയത്തോടെ അമേരിക്കയിൽ റോഡുകൾ വികസിച്ചു, പെട്രോൾ സ്റ്റേഷനുകൾ വ്യാപകമായി, ഓട്ടോമൊബൈൽ വ്യവസായം വളർന്നു, ലക്ഷക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. ആധുനിക മാസ് പ്രൊഡക്ഷൻ രീതികൾ ലോകമെമ്പാടും വ്യാപിച്ചു. ഇന്ന് പോലും അനേകം ഫാക്ടറികൾ ഫോർഡ് ജനപ്രിയമാക്കിയ ഉൽപാദന രീതികളുടെ പരിഷ്കരിച്ച പതിപ്പുകൾ ഉപയോഗിക്കുന്നു. ഹെൻറി ഫോർഡിന്റെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് ഒരു വലിയ സത്യമാണ്. വിജയത്തിന് മുമ്പ് പരാജയങ്ങൾ വരാം, ഒരു കമ്പനി തകരാം, നിക്ഷേപകർ പിന്മാറാം, ആളുകൾ നിങ്ങളെ വിശ്വസിക്കാതിരിക്കാം. പക്ഷേ നിങ്ങൾ പഠിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്താൽ ആ പരാജയങ്ങൾ തന്നെ നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തിയായി മാറും. ഡിട്രോയിറ്റ് ഓട്ടോമൊബൈൽ കമ്പനി പരാജയപ്പെട്ടു. ഹെൻറി ഫോർഡ് കമ്പനി അദ്ദേഹത്തെ വിട്ടുപോയി. എന്നാൽ അവിടെ അവസാനിച്ചില്ല കഥ. ആ പരാജയങ്ങളുടെ ചാരത്തിൽ നിന്നാണ് ഫോർഡ് മോട്ടോർ കമ്പനി ഉയർന്നു വന്നത്. ഇന്ന് ലോക ചരിത്രത്തിലെ ഏറ്റവും സ്വാധീനമുള്ള വ്യവസായ നേതാക്കളിൽ ഒരാളായി ഹെൻറി ഫോർഡ് ഓർമ്മിക്കപ്പെടുന്നു. നിങ്ങൾക്കും ഒരു സ്വപ്നമുണ്ടെങ്കിൽ ആദ്യ പരാജയത്തിൽ നിർത്തരുത്. കാരണം അടുത്ത ശ്രമം നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിയേക്കാം.